കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ തിരിതെളിഞ്ഞു. 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ സബ് ജില്ലയ്ക്ക് കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിലെ 4000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൽ നീർനാംകുന്നിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. കട്ടപ്പന സബ് ജില്ലയ്ക്ക് കീഴിലെ 89ഓളം സ്കൂളുകളിൽ നിന്നായി 4000-ഓളം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാൾ, ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള 15 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉദ്ഘാടന ദിവസമായ ഇന്ന് രചനാ മത്സരങ്ങളാണ് നടക്കുന്നത്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാംകുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോർജ് ഹൈസ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ കട്ടപ്പനയുടെ വിദ്യാഭ്യാസ ചരിത്രത്തില് ഒത്തിരിയേറെ മകനീയ വ്യക്തിത്വങ്ങളെ ഈ നാടിന് സമർപ്പിച്ച ആദ്യകാലത്തെ കുടിയേറിയ ആളുകൾക്കൊക്കെ അക്ഷരത്തിന്റെ ദീപം പകർന്നു നൽകിയ വലിയൊരു കുരുക്ഷേത്രത്തിലാണ് ഇന്ന് ഈ കലോത്സവം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ ജേതാക്കളായ മേരികുളം SMLP സ്കൂൾ അധ്യാപകർ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിൻസ് വർഗീസ്, ഉപജില്ലാ കലോത്സവ ലോഗോ ഡിസൈനർ ജേതാവ് ഫിയോണ ആൻഡ് സജി, കലോത്സവ റീൽ ചിത്രീകരണ മത്സര വിജയി എന്നിവരെ ഈ വേദിയിൽ ആദരിച്ചു. തുടർന്ന് നടന്ന കലോത്സവ വിളംബര ജാഥ കട്ടപ്പന CI TC മുരുകൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റഫറൻസ് ഫാദർ മഞ്ജു നിരവത്ത്, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് കരിങ്ങാട്, കട്ടപ്പന മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, മുനിസിപ്പൽ കൗൺസിലർ സോണിയ JB, മുനിസിപ്പൽ കൗൺസിലറും സ്കൂൾ PTA പ്രസിഡന്റുമായ സിജു ചക്കുമൂട്ടിൽ, കട്ടപ്പന AEO C രാജശേഖരൻ, സ്കൂൾ കലോത്സവം ജനറൽ കൺവീനർ മാണി KC, ജോയിന്റ് ജനറൽ കൺവീനർമാരായ റഫറൻസ് ഫാദർ രാജേഷ് പുല്ലാന്തനാൽ, ബിജുമോൻ ജോസഫ്, ദീപു ജേക്കബ്, സെന്റ് ജോർജ് LP സ്കൂൾ PTA പ്രസിഡന്റ് ജിബിൻ ഞാവള്ളിൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിതിൻ ജോർജ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ വിൻസെന്റ് ജോർജ് എന്നിവർ നേതൃത്വം വഹിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന.